ഡൽഹിയിൽ നടന്ന ആ സ്ഫോടന സംഭവമാണ് രാജ്യത്തിലാകെ വലിയ തരംഗം സൃഷ്ടിച്ചത്. ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല, ലോകമൊട്ടാകെ പല രാജ്യങ്ങളും ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുകയും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇസ്രായേൽ. ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയായി പലതവണ പീഡിതമായ രാജ്യമാണ്. ഏത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഇങ്ങനെയായിരുന്നു ഇസ്രായേൽ പ്രസ്താവന. ഇതുപോലെ തന്നെയാണ് പല രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതിനൊപ്പം 1967 കൊണ്ടുവന്ന UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് നിയമപ്രകാരം ഈ ഒരു കേസിന്റെ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിലെ ആക്രമണത്തിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും പ്രത്യേകിച്ച് തെക്കൻ സംസ്ഥാനങ്ങളിലേക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ അന്വേഷണം രാജ്യത്തിലുടനീളം ശക്തമായി പുരോഗമിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നുവെന്നുള്ളതെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഡൽഹിയിൽ സംഭവിച്ച ഈ ഒരു സ്ഫോടനം ഇത് രാജ്യമൊട്ടാകെ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പല രാജ്യങ്ങൾ ഇന്ത്യക്കിവിടെ പിന്തുണ അറിയിച്ചു വന്നിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ സാധാരണ പല രാജ്യങ്ങളും ഔദ്യോഗിക പ്രസ്താവനകൾ നൽകാറുണ്ട്. പ്രത്യേകമായി പറയേണ്ടത്, ഈ ഒരു സംഭവം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നടന്നതാണ്. ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ പദ്ധതിയുള്ള സമയത്താണ് ഈ ഒരു സംഭവം നടന്നത്. അതിനാൽ ഈ ഒരു സംഭവത്തിനും അതിനും ഇടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ദിശയിലും അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി മോദിക്കെതിരായ ഒരു കൊലപാതക ശ്രമം നടന്നിരുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതുമായി ഈ ഒരു സംഭവം ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുമോ എന്നുള്ള സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. റഷ്യയുടെ ഭാഗത്തു നിന്നും പറഞ്ഞത്, ഇന്ത്യയിൽ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന പ്രസ്താവനയും നൽകിയിട്ടുണ്ട്. അതുപോലെ ഇസ്രായേൽ അവരുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞത്, ഭീകരവാദം ഇന്ന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പങ്ക് അത്യന്തം നിർണായകമാണ്. ഇന്ത്യയിൽ ഇത്തരമൊരു സംഭവം നടന്നത് ഞങ്ങളെ ഏറെ ഞെട്ടിച്ചു. ഇതിൽ പങ്കെടുത്തവർക്കെതിരെ ഇന്ത്യ കർശനമായ നടപടി എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതോടൊപ്പം ശ്രീലങ്ക, ചൈന, മാൽദ്വീപ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകം മുഴുവനും ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണിത്. ഇതുവരെയും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പഞ്ചാബ് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനവുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിനെ വൈറ്റ് കോളർ ടെററിസം എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതായത് ഭീകരവാദത്തിന്റെ ഒരു പുതിയ രൂപം. വൈറ്റ് കോളർ ടെററിസം എന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വൈറ്റ് കോളർ ജോബ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ അവർക്കുള്ള പ്രൊഫഷണൽ പദവി തന്നെ അവർ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇപ്പോൾ അറസ്റ്റ് ചെയ്തവരിൽ പലരും ഡോക്ടേഴ്സാണ്. ഇതാണ് അതിശയകരമായ ഒരു കാര്യം. അവരുടെ വീടുകളിൽ നിന്നും ബോംബ് നിർമ്മാണ സാമഗ്രികൾ, ടൈമർ ഉപകരണങ്ങൾ, തോക്കുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവയെല്ലാം കണ്ടെത്തിയ റിപ്പോർട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ലിറ്ററലി നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. ഒരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് ഇതെല്ലാം കണ്ടെത്തിയത് എന്ന ചോദ്യമായിരിക്കും ആദ്യം മനസ്സിൽ വരിക. അതിലും അതിശയകരം എന്തെന്നാൽ, ഒരാളുടെ വീട്ടിൽ നിന്നും 20-ലധികം ടൈമറുകൾ, മറ്റൊരാളുടെ വീട്ടിൽ നിന്നും 18-ലധികം ടൈമറുകൾ, ആകെ 40ഓളം ടൈമറുകൾ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതുവരെയും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം അന്വേഷണ ഏജൻസികൾ ഔദ്യോഗികമായ പ്രസ്താവനകളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളിൽ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഈ ഡോക്ടർമാർക്ക് ഭീകര സംഘടനകളുമായുള്ള ബന്ധം ഉറപ്പായിട്ടുണ്ട്. ചിലരൊക്കെ ചൈനയിൽ മെഡിക്കൽ പഠനം നടത്തിയവരാണ്, അതായത് വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലയിലുള്ളവർ. എന്നാൽ അവരുടെ മസ്തിഷ്കം, അവരുടെ ആ ഒരു ബ്രെയിൻ ഉപയോഗിച്ചത് തെറ്റായ ദിശയിലാണ്. ഇതാണ് വളരെ വിഷമകരം. ഇതോടൊപ്പം ഈ വൈറ്റ് കോളർ ജോലികളിലുള്ള ആളുകളെ ലക്ഷ്യം വയ്ക്കുന്ന പുതിയ റിക്രൂട്ട്മെന്റ് ട്രെൻഡിനെ കുറിച്ച് മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൽ മുജാഹിദീൻ പോലുള്ള സംഘടനകൾക്ക് 2019 ശേഷം ഒട്ടും തന്നെ ഇന്ത്യയിൽ ഒരു നിലനിൽപ്പില്ല. 2019 മുൻപ് കാശ്മീരിൽ ഇവർക്ക് ഗ്രൗണ്ട് നെറ്റ്വർക്കുകൾ നിലനിന്നിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ ഇവരുടെ ബന്ധങ്ങളെല്ലാം തകർക്കപ്പെട്ടു. ഇപ്പോൾ അവർക്കുള്ളത് ചില കമ്മ്യൂണിക്കേറ്റേഴ്സുകൾ മാത്രമാണ്. അതായത് നമ്മളോടൊപ്പമുള്ള ആളുകൾ എന്ന നിലയിൽ ചിലർ അവർക്കായി ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നു. ഇവരെ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറുകയും പഴയ നെറ്റ്വർക്കുകളെല്ലാം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും എടുക്കുകയാണ്. അതിനായി അവർ ഈ ലൈൻ ഓഫ് കൺട്രോൾ LOC കടന്ന് ഭീകരരെ ഇന്ത്യയിലേക്ക് അയക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലാണ് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൽ മുജാഹിദീനും സജീവമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ LOC മേഖലയിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. പാകിസ്ഥാൻ ISI
ബംഗ്ലാദേശിൽ നിന്നും ചില ആസൂത്രണങ്ങൾ നടത്തുന്നതായും ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നുണ്ട്. അതിനാലാണ് ഇപ്പോൾ ജാഗ്രത നില അത്യന്തം ഉയർന്നിരിക്കുന്നത്. നമ്മൾ അല്പം പോലും ശ്രദ്ധിക്കാതെ പോയാൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമമായ UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഇത് വളരെ ശക്തമായതാണ്, സുരക്ഷാപരമായി നിർണായകമായതുമായ ഒരു നിയമമാണ്. ഈ നിയമം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വ്യക്തികളെയും സംഘടനകളെയും നേരിടാൻ പ്രത്യേകമായി ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമായി ഇത് കൊണ്ടുവന്നത് 1967 എന്നാൽ ഇതിനെ ശക്തമായി 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം പ്രയോഗത്തിലാക്കി. UAPA നിയമത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഈ നിയമത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ നിരവധി നിയമങ്ങൾ ഒരുമിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെഷൻ 15 അനുസരിച്ച് ഒരു ഭീകരാക്രമണം നടന്നാലോ അത്തരത്തിലുള്ള ആക്രമണത്തിലൂടെ ജീവഹാനി സംഭവിച്ചാലോ ഉടൻ തന്നെ ഈ നിയമം പ്രയോഗിക്കണം എന്നും പറയുന്നു. സെക്ഷൻ 16 മുതൽ 18 വരെ ഈ ആക്രമണം നടത്തിയവർക്കെതിരെയുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഭീകരാക്രമണം നടന്നു എന്ന് വ്യക്തമായി തെളിഞ്ഞാൽ കേസ് പ്രത്യേക NIA കോടതിയിലേക്ക്, സ്പെഷ്യൽ NIA കോർട്ടിൽ വിചാരണ ചെയ്യപ്പെടും. അവർക്കുള്ള ശിക്ഷ കുറഞ്ഞത് ജീവപര്യന്തം തടവ്, അധികമായാൽ മരണശിക്ഷ വരെ ലഭിക്കാം. സെക്ഷൻ 43D(2) അനുസരിച്ച് ഒരു വ്യക്തിയെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്താൽ അന്വേഷണത്തിനാവശ്യമായ 180 ദിവസം വരെ ആ വ്യക്തിയെ വിട്ടയക്കാതെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാം. ഇത്രയൊരു കടുത്ത നിയമമാണ്. ഈ 180 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കണം. അതിന് തെളിവ് കാണിക്കാൻ കഴിയാത്ത പക്ഷം നിയമം നിങ്ങൾക്ക് വിരുദ്ധമായി തന്നെ പ്രവർത്തിക്കും. സെക്ഷൻ 35, 36 അനുസരിച്ച് സർക്കാരിന് ഈ വ്യക്തികളെയും സംഘടനകളെയും ഭീകരർ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. ഈ നിയമപ്രകാരം ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്ക് സാധാരണ ജാമ്യം ലഭിക്കില്ല. അതിനാൽ മരണശിക്ഷ വരെയും ലഭിക്കാം. പൊതുവായ നിയമങ്ങളെക്കാൾ വളരെ ശക്തമായതാണ് ഈ UAPA. ഈ കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുത്താൽ അതിനർത്ഥം ഈ കേസ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടത് എന്നാണ്. ഇതിനുശേഷം അന്വേഷണം മുഴുവനായും ഇന്റലിജൻസ് ഏജൻസികളും പ്രത്യേക ഫോറൻസിക് ടീമുകളും നയിക്കും. പ്രതികൾക്ക് രക്ഷപ്പെടാനേ പിന്നെ വഴി കാണില്ല. പക്ഷേ അവിടെയും ഒരു ആശങ്കയുണ്ട്. ചിലപ്പോൾ നിരപരാധികളും ഈ അന്വേഷണത്തിലേക്ക് വലിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവർക്ക് കോടതിയിൽ സ്വയം നിരപരാധിത്വം തെളിയിക്കാൻ മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ. തെളിയിക്കാനായില്ലെങ്കിൽ ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ മരണശിക്ഷ വരെ ലഭിക്കാം. UAPA നിയമം ഇത്രയും ശക്തമായി ഉപയോഗിക്കുന്നത് 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഇതാദ്യമായിട്ടായിരിക്കും. ഡൽഹിയിലെ ഈ റെഡ് ഫോർട്ട് സമീപത്ത് നടന്ന ഈ ഒരു ആക്രമണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്നതാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അന്വേഷണം എല്ലാം വ്യാപകമായി നടക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലെ ഈ 18 പേർ അന്വേഷണ വലയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ എത്ര പേരാണ് ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളായതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഇവരെല്ലാം സർവൈലൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ടൊരു നെറ്റ്വർക്ക് അല്ല. ഇത് കാശ്മീരിലെയും മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്ന വലുതും സങ്കീർണവുമായ ഒരു നെറ്റ്വർക്കാണ്. ഇവർക്ക് പിന്നിൽ അനവധി സംഘടനകളും ശക്തികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇവർക്കിപ്പോൾ ഈ ഗ്രൗണ്ടിൽ നേരിട്ടുള്ള സേനയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ അവശേഷിക്കുന്ന നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ജെയ്ഷെ മുഹമ്മദും മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മുന്നിലുള്ള കാലം അത്ര എളുപ്പമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ കഠിനമായ കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികളെയും സുരക്ഷാ സേനയെയും തകർക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്നത്ര ഈ നെറ്റ്വർക്കുകളെ ന്യൂട്രലൈസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇന്ത്യ സുരക്ഷിതമാവുകയുള്ളൂ. അല്ലാത്തപക്ഷം ഈ പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാകും. ഇതൊക്കെ നമ്മെ നശിപ്പിക്കാനുള്ള അന്യരാജ്യങ്ങളുടെ പരോക്ഷ ശ്രമങ്ങളാണ്. നമ്മെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കരുത് എന്ന് ചിന്തിക്കുന്ന മറ്റൊരു രാജ്യത്തിന്റെ ഒരു അവസ്ഥ. ഇവിടെയും പാകിസ്ഥാന് പിന്തുണ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിൽ കയറി ബോംബ് പൊട്ടിക്കാറില്ല ആവശ്യമില്ലാതെ. പക്ഷെ പാകിസ്ഥാനിലെ താലിബാനുകൾ തന്നെയാണ് ഇപ്പോൾ അവരുടെ രാജ്യത്തിനുള്ളിൽ നാശം വിതയ്ക്കുന്നത്. ഇന്നലെ പോലും ഇസ്ലാമാബാദിന് സമീപം വലിയ സംഘർഷം നടന്നിട്ടുണ്ട്. ഇവരുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളും അവർ നമ്മുടെ രാജ്യത്തിനുള്ളിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവർക്ക് അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കരുത്. അത് വളരെ അപകടകരമായ മോശമായ ഒരു പ്രവൃത്തിയാണ്. അതിലുമുപരി ഇവിടെയുള്ള നമ്മുടെ സ്വന്തം ആളുകളെ, പ്രത്യേകിച്ച് ആർമഡ് ഫോഴ്സസ് അംഗങ്ങളെ ഒന്നും വിമർശിക്കരുത്. അവരൊക്കെ
ജോലി ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. ഇവിടെ ഈ നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകണം. ഇന്നത്തെ ഈ രാഷ്ട്രീയ സ്ഥിതിയൊക്കെ വെച്ച് ആന്റി അജണ്ടകൾ മാത്രമാണ് സംസാരിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ശരിയായ രീതിയിൽ ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഞാൻ പറയുന്നത് എന്തെന്നാൽ, രാഷ്ട്രീയം ഇപ്പോൾ വളരെ അപകടകരമായ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയും ശരിയായ നിലയിൽ വഴിയിൽ നിൽക്കുമ്പോൾ ഇത്തരം പരസ്പര കുറ്റപ്പെടുത്തലുകൾക്കും വിദ്വേഷ പ്രചരണങ്ങൾക്കും ഒന്നും അവസരമുണ്ടാവുകയില്ല. ആർക്കെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റല്ല, പക്ഷെ അന്ധമായ വിദ്വേഷം പരത്തുന്നത് അതീവ അപകടകരമാണ്. ഞാനീ പറയുന്നത് പലർക്കും മനസ്സിലാകും എന്ന് കരുതുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.